പ്രിയമുള്ളവരെ, സണ്ണി സാറിന്റെ ഇൻവിറ്റേഷൻ പ്രകാരം കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെ PSC പരീക്ഷകൾക്ക് ഫലപ്രദമായി തയ്യാറെടുക്കാമെന്നുള്ളതിന്റെ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് PSC പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ തയ്യാറെടുക്കാം, എങ്ങനെ എഫക്റ്റീവായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പരീക്ഷകളിൽ മുന്നേറാം എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരു ഉത്തരം വരുന്ന, അതൊക്കെ നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് യൂറോപ്പ് എന്നുള്ള ഉത്തരം വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. വോൾഗയും വിസ്തുലയും ഡാന്യൂബും തെയിംസും യൂറോപ്പിലാണ്. അപ്പൊ യൂറോപ്പിലെ നദികളാണ് വോൾഗ റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ്. വിസ്തുല പോളണ്ടിലെ നദിയാണ്. ഡാന്യൂബ് 10 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ്. തെയിംസ് ലണ്ടനിലൂടെ ഒഴുകുന്ന നദിയാണ്. അപ്പൊ വോൾഗയും വിസ്തുലയും ഡാന്യൂബും തെയിംസും നമ്മളൊക്കെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കാം. തെയിംസിന്റെ T, വോൾഗയുടെ V, ഡാന്യൂബിന്റെ D, വിസ്തുലയുടെ V. TVDV എന്ന് ഓർക്കുക. TVDV നദികൾ യൂറോപ്പിലൂടെ ഒഴുകുന്നു. തെയിംസും വോൾഗയും ഡാന്യൂബും വിസ്തുലയും യൂറോപ്പിലൂടെ ഒഴുകുന്നു. യൂറോപ്പിലൂടെ ഒഴുകുന്ന നദികളുടെ കോഡ് ആണ് TVDV. തെയിംസ്, വോൾഗ, ഡാന്യൂബ്, വിസ്തുല, ഈ നദികൾ യൂറോപ്പിലൂടെയാണ് ഒഴുകുന്നത്. ഇതുകൂടാതെ പരീക്ഷകളിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ഓർക്കാനുള്ള ഒരു ടെക്നിക്ക് പറയുകയാണ്. ലാൻഡ് വെച്ച് തീരുന്ന ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്പിലുണ്ട്. തായ്ലാന്റും ന്യൂസിലാൻഡും ഒഴികെയുള്ള ലാൻഡുകൾ യൂറോപ്പിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. പോളണ്ട് യൂറോപ്പിലാണ്. ഹോളണ്ട് യൂറോപ്പിലാണ്. അയർലൻഡ് യൂറോപ്പിലാണ്. പോളണ്ട്, ഹോളണ്ട്, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ് ഇതെല്ലാം യൂറോപ്പിലാണെന്ന് ഓർക്കുമല്ലോ. ഇംഗ്ലണ്ട് യൂറോപ്പിലാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ പോളണ്ട് എന്ന് പറഞ്ഞാലും ഹോളണ്ട് എന്ന് പറഞ്ഞാലും ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാലും സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാലും നെതർലാൻഡ് എന്ന് പറഞ്ഞാലും യൂറോപ്യൻ രാജ്യങ്ങളാണ്. നെതർലാൻഡിന്റെ വേറൊരു പേരാണ് ഹോളണ്ട് എന്നുള്ളത് ഓർക്കുമല്ലോ. ഓറഞ്ച് എന്നും ഈ രാജ്യം അറിയപ്പെടുന്നു. അപ്പൊ യൂറോപ്പിലുള്ള നദികളെ കുറിച്ച് ഓർക്കാൻ വേണ്ടി TVDV എന്ന് ഓർക്കാം. തെയിംസ് ഉണ്ട്, വോൾഗയുണ്ട്, ഡാന്യൂബ് ഉണ്ട്, വിസ്തുലയുണ്ട്. ഇതുപോലെ ലാൻഡ് എന്നുള്ള പേരിൽ തീരുന്ന തായ്ലാന്റും ന്യൂസിലാൻഡും ഒഴികെയുള്ള രാജ്യങ്ങൾ യൂറോപ്പിലാണെന്ന് ഓർക്കുമല്ലോ. അപ്പൊ പോളണ്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ, പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം പറയരുതെന്നൊക്കെ പറഞ്ഞ ഒരു സിനിമയുണ്ട്. ആ ഡയലോഗ് ഓർക്കുമ്പോൾ നമുക്ക് ഓർക്കണം, അത് ഒരു യൂറോപ്യൻ കൺട്രിയാണ്. അയർലൻഡ് യൂറോപ്യൻ കൺട്രിയാണ്. ഇംഗ്ലണ്ട് യൂറോപ്യൻ കൺട്രിയാണ്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡ് യൂറോപ്യൻ രാജ്യമാണ്. അപ്പൊ അടുത്തതായിട്ട് നെതർലാൻഡ്സ്, ഹോളണ്ട് എന്നറിയപ്പെടുന്ന രാജ്യം, അത് യൂറോപ്യൻ കൺട്രിയാണ്. ഇതെല്ലാം വളരെ അനായാസം നമുക്ക് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഉത്തരമായി വരുന്ന കുറെ അധികം കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജപ്പാൻ കിഴക്കിന്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജപ്പാനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ S വെച്ച് ഓർക്കാം. സൗണ്ടിന്റെ പേരിൽ ഒരു കമ്പനിയുണ്ട്, സോണി എന്നുള്ള കമ്പനി ജപ്പാനിലാണ് തുടങ്ങിയത്. സുസുക്കി എന്ന് പറയുന്ന കമ്പനി ജപ്പാനിലാണ് തുടങ്ങിയത്. സമുറായ് എന്ന് പറയുന്ന യുദ്ധവീരന്മാരുണ്ട്. സമുറായ് യുദ്ധവീരന്മാർ, അവർ ജപ്പാൻകാരാണ്.
സുസുക്കി, സോണി, സമുറായ്, ഷിങ്കാസൻ ബുള്ളറ്റ് ട്രെയിനാണ്. ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനാണ്. സുമിത എന്ന് പറയുന്ന നദി, ടോക്കിയോയിലൂടെ ഒഴുകുന്ന സുമിത നദിയെ കുറിച്ച് നമുക്ക് ഓർക്കാം. അപ്പൊ ജപ്പാനെ കുറിച്ച് ഓർക്കുമ്പോൾ 5 എസ്സുകളുടെ പേരുകൾ ഓർക്കുക. ഇവിടെ ഷിങ്കാസനെ കുറിച്ച് ഓർക്കാം. ഷിങ്കാസൻ ബുള്ളറ്റ് ട്രെയിൻ ആണെന്നുള്ളത് ഓർക്കുമല്ലോ, ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനാണ്. സുമോ ഗുസ്തിയെ കുറിച്ച് ഓർക്കാം, സുമിതയെ കുറിച്ച് ഓർക്കാം, സോണിയെ കുറിച്ച് ഓർക്കാം, സുസുക്കിയെ കുറിച്ച് ഓർക്കാം. ഒന്നുകൂടി പറയാം, സുമോ ഗുസ്തിയെ കുറിച്ച് ഓർക്കാം, ജപ്പാനിലെ സോണിയെ കുറിച്ച് ഓർക്കാം, സുസുക്കിയെ കുറിച്ച് ഓർക്കാം, സമുറായ് വാരിയേഴ്സിനെ കുറിച്ച് ഓർക്കാം, ഷിങ്കാസനെ കുറിച്ച് ഓർക്കാം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഉത്തരം വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാം, ചർച്ച ചെയ്യാം. പെട്ടെന്ന് എങ്ങനെ പഠിക്കാമെന്നുള്ളത് കാണിച്ചു തരാം. അതിനുള്ള വിവിധ മെത്തേഡ്സ് കാണിച്ചു തരാം. എന്റെ പുസ്തകങ്ങളും ആവശ്യമുള്ളവർക്ക് അവൈലബിൾ ആണ്. ജയിക്കർ തലയോലപ്പറമ്പ് ബുക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം എന്നുള്ള രീതിയിലുള്ള പുസ്തകങ്ങളും അവൈലബിൾ ആണ്. ഇതിനുവേണ്ടി അവസരം തന്ന സണ്ണി സാറിന്റെ അടുക്ക് ഏറെ നന്ദി പറയുന്നു. ശ്രവിക്കുന്ന, കാണുന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ നമുക്ക് പ്രകാശം കാണുന്നുണ്ടല്ലോ. പ്രകാശിക്കുന്ന ഒരു നഗരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പാകിസ്ഥാനിലെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന കറാച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കറാച്ചി ഉത്തരമായി വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കറാച്ചി ഉത്തരമായി വരുന്ന ഒരുപാട് ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ഒന്ന്, പാകിസ്ഥാന്റെ ആദ്യ തലസ്ഥാനം ഏത്? ഉത്തരം കറാച്ചിയാണ്. അടുത്ത ചോദ്യം, പാകിസ്ഥാന്റെ പ്രകാശ നഗരം ഏത്? ഉത്തരം കറാച്ചിയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖ നഗരമേത്? ഉത്തരം കറാച്ചിയാണ്. സിന്ധ് താക്ക് സ്റ്റാമ്പ് പുറത്തിറങ്ങിയ നഗരമേത്? ഉത്തരം കറാച്ചിയാണ്. കറാച്ചിയിൽ നിന്ന് മുംബൈ വരെയാണ് നമ്മുടെ JRD ടാറ്റ എന്ന് പറയുന്ന പ്രശസ്തനായ ഇൻഡസ്ട്രിയലിസ്റ്റ് ആദ്യമായി വിമാനം പറത്തി ഇന്ത്യയിലെ വ്യോമ ഗതാഗതത്തിന് തുടക്കമിട്ടത്. അപ്പൊ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖവും ഏറ്റവും വലിയ നഗരവും ജിന്ന എയർപോർട്ടുള്ള നഗരവും മുഹമ്മദ് അലി ജിന്ന ജനിച്ച നഗരവും ഒക്കെ കറാച്ചിയാണെന്ന് ഓർക്കുമല്ലോ. ഏറ്റവും വലിയ തുറമുഖം കറാച്ചിയിലാണ്. ജിന്ന എയർപോർട്ട് കറാച്ചിയിലാണ്. ജിന്ന ജനിച്ച നഗരം കറാച്ചിയാണ്. കറാച്ചിയാണ് ഏറ്റവും വലിയ തുറമുഖം. പാകിസ്ഥാന്റെ ആദ്യ തലസ്ഥാനമാണ്. സിന്ധ് ടാക്ക് സ്റ്റാമ്പ് അവിടെ നിന്ന് പുറത്തു വന്നു. പ്രകാശിക്കുന്ന നഗരം എന്നാണ് കറാച്ചിയുടെ അപരനാമം. അപ്പൊ നമുക്ക് ഇത് ഈ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തമിഴ്നാട്ടിലെ ഭാഷ എല്ലാവർക്കും അറിയാം. അത് ടി വെച്ചാണ് തുടങ്ങുന്നത്. തമിഴാണെന്ന് എല്ലാവർക്കും അറിയാം. ടി വെച്ചുള്ള തമിഴ്നാട്ടിലെ നഗരങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ കുറിച്ച് വെക്കുമല്ലോ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ തമിഴ്നാട്ടിലെ നഗരങ്ങളാണ് ബൃഹദേശ്വര ക്ഷേത്രത്തിന് വിഖ്യാതമായ തഞ്ചാവൂർ. തഞ്ചാവൂർ എന്ന് പറയുന്ന നഗരം തമിഴ്നാട്ടിലാണ്. തമിഴാണ് അവിടുത്തെ ഭാഷ. അത് ടി വെച്ച് തുടങ്ങുന്നു. അടുത്തത് തിരുക്കുറൾ എന്ന് പറയുന്ന കൃതിയാണ്. അത് തമിഴ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളിൽ ഒന്നാണ്. തിരുവള്ളുവറാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തിരുനെൽവേലി നമ്മൾ ഓർക്കണം. തിരുനെൽവേലി ഹൽവ നഗരം എന്നറിയപ്പെടുന്നു. തഞ്ചാവൂർ നമ്മൾ ഓർക്കണം. ബൃഹദേശ്വര ക്ഷേത്രം അവിടെയുണ്ട്. ചോളന്മാരുടെ നിരവധി നിർമ്മിതികൾ തഞ്ചാവൂരിലുണ്ട്. തമിഴ് ഭാഷ, തമിഴ്നാട്ടിലെ ഭാഷയായ തമിഴ് ഭാഷയെക്കുറിച്ച് ഓർക്കണം. തിരുക്കുറൾ എന്ന് പറയുന്ന കൃതിയെ രചിച്ച തിരുവള്ളുവരെ കുറിച്ച് ഓർക്കണം. തേനി നഗരത്തെക്കുറിച്ച് ഓർക്കുക. ഇനി അടുത്തതായിട്ട് തൃശ്ശിനാപ്പള്ളിയെ കുറിച്ച് ഓർക്കണം. തിരുച്ചിറപ്പള്ളിയെ കുറിച്ച് ഓർക്കണം. തിരുച്ചിറപ്പള്ളിയിലാണ് റോക്ക് ഫോർട്ട് എന്ന് പറയുന്ന പ്രശസ്തമായ ബിൽഡിംഗ് ഉള്ളത് എന്നുള്ളത് ഓർക്കുമല്ലോ. ഓക്കെ, അപ്പൊ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി ടി വെച്ച് ഓർക്കാൻ പറ്റും. ടി വെച്ച് ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, തമിഴാണ്. 2, തഞ്ചാവൂറാണ്. തഞ്ചാവൂരിലാണ് ബൃഹദേശ്വര ക്ഷേത്രം. ചോളന്മാർ അവിടത്തുകാരാണ്. അടുത്തതായിട്ട് തമിഴുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തമിഴ്നാട്ടിലെ തേനി എന്ന് പറയുന്ന നഗരമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ മറ്റൊരു ഹൽവ നഗരമാണ് തിരുനെൽവേലി. തിരുനെൽവേലി എന്ന് പറയുന്ന ഹൽവ നഗരം തമിഴ്നാട്ടിലാണ്. ഇനി അടുത്ത തമിഴ്നാട്ടുമായിട്ട് ബന്ധപ്പെട്ട റോക്ക് ഫോർട്ട് എന്ന് പറയുന്ന ബിൽഡിംഗ് ഉള്ള നഗരമാണ്. അത് തിരുച്ചിറപ്പള്ളി എന്നറിയപ്പെടുന്നു.
അപ്പൊ ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കുക. ഇനി തമിഴ്നാട്ടിലെ കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി വേറൊരു കോഡ് കൂടി പറയാണ്, കെ എന്നുള്ള കോഡ്. ആ കെ എന്നുള്ള കോഡ് കൂടി ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് ഓർക്കാം. അപ്പോൾ കെ എന്നുള്ള കോഡിലൂടെ കന്യാകുമാരിയെ ഓർക്കാം. കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ തെക്കേ അറ്റത്തെ മെയിൻലാൻഡിന്റെ തെക്കേ അറ്റം. ഇന്ത്യയിലെ തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലവും നിയമസഭാ മണ്ഡലവും റെയിൽവേ സ്റ്റേഷനും ഒക്കെ കന്യാകുമാരിയാണ്. തിരുവുള്ളവരുടെ പ്രതിമയുള്ളതും കന്യാകുമാരിയിലാണ്. അപ്പൊ ആദ്യത്തെ കെ കന്യാകുമാരിയാണ്, അടുത്ത കെ കൂടംകുളമാണ്, അടുത്ത കെ മൂന്നാമതായിട്ട് വരുന്നത് കൽപ്പാക്കമാണ്. കൂടംകുളവും കൽപ്പാക്കവും ആറ്റോമിക് പ്ലാന്റുകളാണെന്നുള്ളത് ഓർക്കുമല്ലോ. അടുത്തത് കാമരാജാണ്. തമിഴ്നാട്ടിലെ കിങ് മേക്കർ, ഇന്ത്യയുടെ കിങ് മേക്കർ എന്നറിയപ്പെട്ട വ്യക്തിയാണ് കാമരാജ്. അത് കെ ആണ്. കരുണാനിധിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കരുണാനിധി, കലൈഞ്ചർ എന്നറിയപ്പെടുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് തമിഴ്നാട്ടിലെ കാര്യങ്ങൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ ടിയും കെയും വരട്ടെ. കെ വെച്ച് വരുമ്പോൾ കന്യാകുമാരിയെ കുറിച്ച് ഓർക്കുക, കലൈഞ്ചറെ കുറിച്ച് ഓർക്കുക, കരുണാനിധിയാണ് കലൈഞ്ചർ എന്നുള്ളത് ഓർക്കുക, കാമരാജിനെ കുറിച്ച് ഓർക്കുക. അടുത്ത കെ വെച്ച് വരുന്ന കൂടംകുളത്തെ കുറിച്ച് ഓർക്കുക, കൽപ്പാക്കത്തെ കുറിച്ച് ഓർക്കുക. അപ്പൊ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റും. ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നഗരങ്ങളൊന്ന് പറയുകയാണ്, പരീക്ഷകളിൽ ചോദിക്കുന്ന നഗരങ്ങൾ. ഒന്ന് മഹാബലിപുരമാണ്, ഒന്ന് കാഞ്ചിയാണ്, ഒന്ന് ഗംഗൈകൊണ്ട ചോളപുരമാണ്. ഇതൊക്കെ തമിഴ്നാട്ടിലാണ്. മഹാബലിപുരം എന്നുള്ളത് പല്ലവ രാജധാനിയായിരുന്നു. അടുത്തത് കാഞ്ചി എന്നുള്ളത് പല്ലവരുടെ നിരവധി സൃഷ്ടികളുള്ള നഗരമാണ്, തമിഴ്നാട്ടിലാണ്. അടുത്തത് ഗംഗൈകൊണ്ട ചോളപുരമാണ്. ഗംഗൈകൊണ്ട ചോളപുരം എന്നുള്ളത് പ്രശസ്തമായ തമിഴ്നാട്ടിലെ ചെറിയ നഗരമാണ്. സിത്താനവാസൽ എന്ന് പറയുന്ന നഗരം അവിടെയുണ്ട്. മധുരൈ എന്ന് പറയുന്ന നഗരം അവിടെയുണ്ട്. മധുരയിലൂടെ വൈഗൈ നദി ഒഴുകുന്നു. മധുരയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് പല പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. അപ്പോൾ പാണ്ഡ്യ രാജധാനിയായിരുന്നു മധുരൈ. കേരളത്തിന്റെ അടുത്തുള്ള നഗരമാണ്, തമിഴ്നാട്ടിലെ നഗരമാണ്. ഇനി ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടുള്ള കേരളത്തിന്റെ അടുത്തുള്ള 300 കിലോമീറ്റർ അടുത്തുള്ള ഒരു ചെറിയ പ്രദേശത്തേക്ക് നമ്മൾ പോവുകയാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞതും ഏറ്റവും ചെറുതുമായ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് പരീക്ഷകളിൽ നിരവധി തവണ ചോദിക്കാറുണ്ട്. മിനിക്കോയ് ദ്വീപ് എവിടെയാണ്? ആന്ത്രോത്ത് ദ്വീപ് എവിടെയാണ്? കവരത്തി ദ്വീപ് എവിടെയാണ്? ഇതിന്റെയൊക്കെ ഉത്തരം, അഗത്തി ദ്വീപ് എവിടെയാണ്? ഇതിന്റെ ഒക്കെ ഉത്തരം ലക്ഷദ്വീപാണ്. അപ്പൊ ലക്ഷദ്വീപ് നമ്മുടെ മനസ്സിലേക്ക് ലക്ഷദ്വീപമായിട്ട് വരട്ടെ. അപ്പൊ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാലും, ഏറ്റവും ചെറിയ മുസ്ലിം കേന്ദ്രഭരണ പ്രദേശം, മുസ്ലിം മെജോറിറ്റിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാലും, 36 ദ്വീപുകൾ മാത്രമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാലും, മിനിക്കോയ് ദ്വീപ് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാലും, അഗത്തി ദ്വീപ് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാലും, കവരത്തി ദ്വീപ് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാലും നിങ്ങൾ പെട്ടെന്ന് ഉത്തരം നൽകുക. ലക്ഷദ്വീപാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇനി നമ്മൾ യൂറോപ്പിലെ തന്നെ ഒരു നഗരത്തിലേക്ക് പോവുകയാണ്. നമ്മളൊരു പാരീസ് മിഠായി കഴിച്ചുകൊണ്ടാണ് ഈ നഗരത്തിലേക്ക് പോകുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ പാരീസ് നഗരത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ അവിടെ സീൻ നദിക്കരയിലേക്കാണ് പോകുന്നത്. സീൻ നദിയുടെ കരയിലാണ് പാരീസ് എന്നുള്ളത് ഓർക്കുമല്ലോ. നമ്മുടെ അവിടെ ഈഫൽ ഗോപുരം കാണുന്നുണ്ട്. ഈഫൽ ഗോപുരം ലോകത്തിലെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന സഞ്ചാര കേന്ദ്രമാണ്. ഇതുകൂടാതെ ലൂവർ മ്യൂസിയം നമ്മൾ കാണുന്നുണ്ട്. നോത്രദാം കത്തീഡ്രൽ നമ്മൾ കാണുന്നുണ്ട്. നെപ്പോളിയൻ പരുത ആർക്ക് ദി ട്രയംഫ് എന്ന് പറയുന്ന ബിൽഡിംഗ് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ മ്യൂസിയത്തിൽ 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവം കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇമാജിനേഷൻ വരിക. നമ്മളൊരു വിമാനത്തിൽ കയറി പതുക്കെ പാരീസിലേക്ക്, ലോക ഫാഷൻ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പാരീസിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നമ്മൾ പോകുന്നു. അവിടുത്തെ മ്യൂസിയത്തിൽ നമ്മൾ നെപ്പോളിയനെ കാണുന്നുണ്ട്. നെപ്പോളിയനെ കുറിച്ച് ഒരു കഥയുണ്ട്. നെപ്പോളിയൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ നെപ്പോളിയനെ കാണാനില്ല. അപ്പോൾ നെപ്പോളിയന്റെ അധ്യാപകരും രക്ഷിതാക്കളും കൂടി നെപ്പോളിയൻ പഠിച്ച സ്കൂളിൽ ചെന്നു. അപ്പൊ 5 അടി മാത്രമുള്ള കോർപ്പറൽ എന്ന് പിന്നീട് അറിയപ്പെട്ട നെപ്പോളിയൻ ആ ക്ലാസ്സിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പൊ അധ്യാപകൻ ഈ നെപ്പോളിയന്റെ അടുക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു കണക്ക് ചെയ്തിട്ട് വീട്ടിൽ പോയാൽ മതിയെന്ന്. അത് കേട്ട ഉടനെ നെപ്പോളിയൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ ഒരു തീരുമാനമെടുത്തു. ഞാൻ കണക്ക് ചെയ്തിട്ടേ ഇന്ന് വീട്ടിൽ പോവുകയുള്ളൂ. കണക്ക് ചെയ്ത ശേഷം അദ്ദേഹം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി എന്നാണ് കഥ. അദ്ദേഹത്തിന്റെ നിഘണ്ടുവിലുള്ള കാര്യമാണ് ഇമ്പോസിബിൾ ഇസ് നത്തിങ്. PSC പരീക്ഷ എന്ന് പറയുന്നത് ഏത് സാധാരണ വ്യക്തിക്കും
അനായാസം നേടിയെടുക്കാൻ പറ്റിയ കാര്യമാണ്. ആർക്കും പറ്റും. അപ്പൊ നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇമേജ് കൊണ്ടുവരിക, പാരീസ് മിഠായി കഴിക്കുന്ന ഇമേജ് കൊണ്ടുവരിക. നമ്മൾ അടുത്തായി ഒരു വിമാനത്താവളത്തിൽ പോയി പാരീസിലേക്കുള്ള ഫ്ലൈറ്റ് കയറി പോവുകയാണ്. അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ, കോവിഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ പോയി ഇറങ്ങുമ്പോൾ നമ്മുടെ പാരീസിലെ സീൻ നദി നമ്മൾ കാണുകയാണ്. ആർക്ക് ഡി ട്രയംഫ് കാണുകയാണ്. അത് അവിടുത്തെ മെമ്മോറിയലാണ്, നെപ്പോളിയൻ പണി കഴിപ്പിച്ചതാണ്. അടുത്തതായി നോട്ടർഡാം കത്തീഡ്രൽ നമ്മൾ കാണുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഈഫൽ ഗോപുരം കാണുകയാണ്. നമ്മൾ വളരെയധികം സന്തോഷിക്കുകയാണ്. നമ്മളവിടെ മൊണാലിസയുടെ ചിത്രം ലൂവർ മ്യൂസിയത്തിൽ കാണുകയാണ്. അപ്പൊ അതിസുന്ദരിയായ മൊണാലിസ, പുരികങ്ങളില്ലാത്ത മൊണാലിസയുടെ ചിത്രം എല്ലാവരും കണ്ടു കാണും. അപ്പൊ നമ്മൾ ഒരു ഇമാജിനേഷന്റെ സഹായത്തോടു കൂടി സീൻ നദിക്കരയിലൂടെ നമ്മൾ ഉലാത്തുന്നു. നമ്മുടെ സുഹൃത്തുക്കളുടെ കൈപിടിച്ചുകൊണ്ട് നമ്മൾ ഉലാത്തുന്നു. നമ്മുടെ ഒരു ബോട്ടിംഗ് നടത്തുന്നു. നമ്മുടെ അവിടെ ഈഫൽ ഗോപുരം കാണുന്നു. നമ്മളവിടെ നോത്രദാം കത്തീഡ്രൽ കാണുന്നു. നമ്മുടെ അവിടെ ലൂവർ മ്യൂസിയം കാണുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാരീസ് എന്നുള്ളത് വളരെ ഒരു മധുര മിഠായിയായി നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഈ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പഠിക്കാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഉടനെ വരേണ്ടത് ഒറ്റ ഒരാളെ ഉള്ളൂ, മഹാത്മാവാണ്, ഗാന്ധിജിയാണ്. ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പൊ ജികളുടെ സഹായത്തോടു കൂടി ഗുജറാത്തിനെ കുറിച്ച് നമുക്ക് ഓർക്കാം. ജി എന്നുള്ള അക്ഷരം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക. ഗാന്ധിജി എന്നുള്ള പേര് ജിയിലാണ് തുടങ്ങുന്നത്. മഹാത്മജി എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, ഗാന്ധിജി. ഗീർ നാഷണൽ പാർക്ക്, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ അടുത്തായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഗർജനമാണ് വരേണ്ടത്, സിംഹത്തിന്റെ ഗർജനം. ഈ സിംഹത്തിന്റെ ഗർജനത്തിൽ ഗുജറാത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഗീർ നാഷണൽ പാർക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഗാന്ധിനഗർ എന്ന് പറയുന്ന തലസ്ഥാനം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഗാർബ നൃത്തം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിത്തം എളുപ്പമായി. അപ്പൊ ഗുജറാത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ ഗൾഫ് ഓഫ് കാംബെ, ഗൾഫ് ഓഫ് കച്ച് എന്നീ മേഖലകൾ കൂടി ഓർക്കുക. ഗൾഫുകളുണ്ട്, 2 ഗൾഫുകളുണ്ട് അവിടെ. ഒന്ന് ഗൾഫ് ഓഫ് കാംബെ, ഒന്ന് ഗൾഫ് ഓഫ് കച്ച്. ഗുജറാത്ത് ഒരു ഭ എന്നുള്ള അക്ഷരം തിരിച്ചിട്ടുള്ള ആകൃതിയിലാണുള്ളത്. ഗുജറാത്തികൾ പറയുന്നത് ഒരു കച്ച്, ആമയുടെ, കച്ചുവ ആമയുടെ രീതിയിലാണെന്ന് പറയും. കാഴ്ച എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടില്ലേ, അതിൽ ഈ കച്ച് മേഖലയെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഗൾഫ് ഓഫ് കച്ചും ഗൾഫ് ഓഫ് കാംബയും ഗുജറാത്തിലാണ്. ഗാന്ധിജി ജനിച്ചു വീണത് ഗുജറാത്തിലാണ്, പോർബന്തറിലാണ്. ഗുജറാത്തിലെ തുറമുഖമാണ് കാണ്ഡ്ല തുറമുഖം. അപ്പൊ നിങ്ങൾ ഒരു ഇമാജിനേഷൻ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾ ഗാന്ധിജിയുടെ സ്മൃതികൾ ഉൾക്കൊള്ളുന്ന ഹൃദയകുഞ്ചിലേക്ക് പോകുന്നതായിട്ട് വിചാരിക്കുക. സാബർമതി നദിക്കരയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നതായിട്ട് ഓർക്കുക. സാബർമതി ആശ്രമത്തിൽ നിങ്ങൾ പോകുന്നതായിട്ട് ഓർക്കുക. നിങ്ങൾ ഗാന്ധിജിയുടെ കൂടെ പോകുന്നു, ഗാന്ധിജിയുടെ ഓർമ്മകളുടെ കൂടെ പോകുന്നു. ദാണ്ഡി യാത്ര നടത്തുന്നു. ദാണ്ഡി യാത്ര ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഗുജറാത്തിലാണ് നടന്നത്. കാണ്ഡ്ല തുറമുഖം ഗുജറാത്തിലാണുള്ളത്. പോർബന്ദർ ഗുജറാത്തിലാണുള്ളത്. നിങ്ങൾ അവിടെ പോകുന്നു. നിങ്ങൾ ചരിത്ര നഗരമായ ധോളവീരയിൽ പോകുന്നു. നിങ്ങൾ ഗാർബ നൃത്തം കാണുന്നു. നിങ്ങൾ ഗാർബ നൃത്തത്തിൽ പങ്കെടുക്കുന്നു എന്നീ കാര്യങ്ങൾ ഓർക്കുക. അപ്പൊ ഗുജറാത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഗാന്ധിജി വരട്ടെ. റാണി കി വാവ് എന്ന് പറയുന്ന 200 രൂപ നോട്ടിലുള്ള കിണർ വരട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ കിണറുകളിൽ ഒന്നാണത്. അപ്പൊ ഗുജറാത്ത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഗാന്ധിജി വരണം, ഗാന്ധിനഗർ വരണം, ഗാർബ നൃത്തം വരണം, ഗീർ നാഷണൽ പാർക്ക് വരണം. അയ്യോ, ഒരു സിംഹം വരുന്നു, നമ്മൾ ഗീറിലെ സിംഹത്തിന് മുമ്പിലാണ് ചാടിയത് എന്ന് പെട്ടെന്ന് ഓർക്കുക. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് ഓർക്കുക, ഒരു സിംഹത്തിന്റെ പ്രൗഢിയുള്ള ഗാന്ധിജി. ഗാന്ധിനഗറിനെ കുറിച്ച് ഓർക്കുക, സാബർമതിയെ കുറിച്ച് ഓർക്കുക, സാബർമതി നദിയെ കുറിച്ച് ഓർക്കുക. നമ്മൾ സാബർമതി നദിയിലൂടെ യാത്ര ചെയ്യുന്നതായിട്ട് ഓർക്കുക. ദാണ്ഡിയിലേക്ക് നമ്മൾ ചെല്ലുന്നതായിട്ട് ഓർക്കുക. ഉപ്പ് സത്യാഗ്രഹത്തിൽ നമ്മൾ പങ്കെടുക്കുന്നതായിട്ട് ഓർക്കുക. കാണ്ഡ്ല എന്ന് പറയുന്ന ഗുജറാത്തിലെ പോർട്ട് നഗരമുണ്ട്, അവിടെ നമ്മൾ ചെല്ലുന്നതായിട്ട് ഓർക്കുക. പഠനം ഒരു ഉത്സവമായിരിക്കും. തർണേദാർ മേള എന്ന് പറയുന്ന ഉത്സവം പോലെ ഗുജറാത്തിലുള്ള ഉത്സവമാണ് തർണേദാർ മേള. അപ്പൊ അഹമ്മദാബാദ് എന്ന് പറയുന്ന തലസ്ഥാന ഇതര നഗരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാന ഇതര നഗരം ഗുജറാത്തിലാണ്. അത് അഹമ്മദ് ഷാ എന്ന് പറയുന്ന ആള് സ്ഥാപിച്ചതാണ്. അപ്പൊ കർണവതി എന്നുള്ള പേരിലൊക്കെയാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്, അഹമ്മദാബാദ്. അവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ട്, മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ട്. അവിടെയൊക്കെ ഡിസൈൻ പഠിക്കാനുള്ള ഏറ്റവും അധികം സാധ്യതകളുണ്ട്. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു മലയാളിയെ ഓർമ്മ വരണം. ഐ ടു ഹാവ് ഡ്രീംസ്, എനിക്കും സ്വപ്നങ്ങളുണ്ട് എന്നുള്ള പുസ്തകം നിങ്ങൾ വായിക്കണം. അതിലുണ്ട് അമൂല എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കഥ, വർഗീസ് കുര്യന്റെ കഥ. കോഴിക്കോടുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച വർഗീസ് കുര്യൻ അവിടെ പോയി കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗുജറാത്തിനെ
ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റേറ്റുകളിൽ ഒന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ച കഥ. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം മദ്യനിരോധനമാണ്. സംസ്ഥാനം ഉണ്ടായ അന്ന് തൊട്ട് മദ്യനിരോധനോടെ ഉണ്ടായി. അപ്പൊ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഗാന്ധിജി വരുന്നു, ഗാന്ധിനഗർ വരുന്നു. ഗാന്ധിയുടെ ചിത്രമുള്ള നോട്ടുകൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഗുജറാത്ത് വരണം. അതിലെ 200 രൂപ നോട്ടിൽ റാണി കി വാവ് എന്ന് പറയുന്ന ഗുജറാത്തിലെ കിണറുണ്ടെന്നുള്ളത് ഓർമ്മ വരണം. ധോളവീര എന്ന് പറയുന്ന ചരിത്രാതീത നഗരം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ ഗുജറാത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നു. ഗൾഫ് ഓഫ് കച്ചിലൂടെയും ഗൾഫ് ഓഫ് കാംബയിലൂടെയും പോകുന്നു. കാണ്ട്ലയിൽ പോകുന്നു. നിങ്ങൾ അവിടെ ഗീറിൽ പോകുന്നു. അവിടെ സിംഹം നിങ്ങളുടെ മേത്തേക്ക് ചാടി വീഴാൻ പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ ഇമാജിനേഷൻ കംപ്ലീറ്റ് ആവും. നിങ്ങൾ രക്ഷപ്പെടുന്നു. ഓക്കെ, നിങ്ങൾ കച്ച്വ അല്ലെങ്കിൽ ആമയുടെ ആകൃതിയുള്ള കച്ചിലേക്ക് പോകുന്നു. സോമനാഥ ക്ഷേത്രം കാണുന്നു. രാജ്കോട്ടിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഗുജറാത്തിലെ ഡയമണ്ട് നഗരം എന്നറിയപ്പെടുന്ന സൂറത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. സൂറത്ത് എന്ന് പറഞ്ഞാൽ സുന്ദരമായ നഗരം. ഇപ്പൊ ഗുജറാത്ത് സുന്ദരമായ സ്ഥലമാണെന്ന് വിചാരിക്കുക. ആനന്ദ് നഗരം, ആനന്ദ് ഗുജറാത്തിലാണ്. അപ്പൊ ആനന്ദ് ഗുജറാത്തിലാണ്. അപ്പൊ കച്ച് ഗുജറാത്തിലാണ്. വെരാവൽ ഗുജറാത്തിലാണ്. അലങ്ക് എന്ന് പറയുന്ന കപ്പൽ പൊളിക്കുന്ന സ്ഥലം ഗുജറാത്തിലാണ്. തർണേദാർ മേള ഗുജറാത്തിലാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. വെച്ച് ഓർക്കേണ്ട കാര്യങ്ങൾ: ഗാന്ധിജി, ഗാന്ധിനഗർ, ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് കാംബെ, അടുത്തത് ഗീർ നാഷണൽ പാർക്ക്. വെച്ച് സബർമതിയും. ഓക്കെ, ഗുജറാത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ അനായാസമായിട്ട് നമ്മൾ ഓർക്കുന്നു. ഇനി മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോഴേക്കും ഒരു ബിഗ് എന്നുള്ള ഒരു കോഡ് നമ്മുടെ മനസ്സിലേക്ക് വരണം. ബിഗ് മധ്യപ്രദേശ്, വലിയൊരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ 2ാമത്തെ വലിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പൊ ഈ മധ്യപ്രദേശിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭോപ്പാൽ നഗരം മധ്യപ്രദേശിലാണ്. ഇൻഡോർ നഗരം മധ്യപ്രദേശിലാണ്. ഗ്വാളിയർ നഗരം മധ്യപ്രദേശിലാണ്. ഭോപ്പാൽ, ഇൻഡോർ, ഗ്വാളിയർ ഇതൊക്കെ മധ്യപ്രദേശിലാണ്. ബിഗ് ഭോപ്പാൽ, ഇൻഡോർ, ഗ്വാളിയർ, ബിഗ് മധ്യപ്രദേശ്. ബിഗ് സാഞ്ചി എന്ന് ഓർത്താലും മതി. സാഞ്ചി നഗരം മധ്യപ്രദേശിലാണ്. അപ്പൊ നമ്മുടെ പഠനം, നമ്മുടെ മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കുന്നതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. താൻസൻ മധ്യപ്രദേശിലാണ് ജനിച്ചത്. കാളിദാസൻ മധ്യപ്രദേശിലാണ് ജനിച്ചത്. ലതാ മങ്കേഷ്കർ മധ്യപ്രദേശിലാണ് ജനിച്ചത്. അപ്പൊ താൻസൻ സമ്മാനവും ലതാ മങ്കേഷ്കർ സമ്മാനവും നൽകുന്നത് മധ്യപ്രദേശ് ഗവൺമെന്റ് ആണെന്ന് ഓർക്കുക. കാളിദാസ സമ്മാനം നൽകുന്നത് മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ്. അപ്പൊ ബിഗ് മധ്യപ്രദേശ്. ഭോപ്പാൽ, ഇൻഡോർ, ഗ്വാളിയർ. ഭോപ്പാൽ സ്ഥാപിച്ച ആളുടെ പേര് ഭോജരാജാവ്. ഭോജരാജാവിന്റെ പേരിലാണ് അവിടുത്തെ ഭോപ്പാൽ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ ഒന്നുകൂടി പറയാം. ഭോപ്പാലാണ് ഭോപ്പാൽ നഗരം സ്ഥാപിച്ചത് ഭോജരാജാവാണ്. ഭോപ്പാലിലെ ഇന്റർനാഷണൽ എയർപോർട്ട് രാജാ ഭോജ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇനി ഇൻഡോർ എന്ന് പറയുന്ന വാഹന നിർമ്മാണത്തിന് വിഖ്യാതമായ നഗരം. ഗ്വാളിയർ എന്ന് പറയുന്ന അടൽ ബിഹാരി വാജ്പേയി ജനിച്ച നഗരം. അപ്പൊ ഇതൊക്കെ മധ്യപ്രദേശിലാണെന്ന് ഓർക്കുക. സിന്ധികളുടെ നാടാണ് ഗ്വാളിയർ എന്നുള്ളത് ഓർക്കുക. മാധവ് റാവു സിന്ധ്യ എന്ന് പറയുന്ന നേതാവ് വളരെ വിഖ്യാതനാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയുകയാണ്, നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരുന്നു. കണ്ണട വെച്ച് പട്ടുസാരി കൊടുത്ത് ചന്ദനക്കുറി അണിഞ്ഞ് കാപ്പി കുടിക്കുന്ന ഐശ്വര്യ റായിയെ സങ്കല്പിക്കുക. ഐശ്വര്യ റായി യക്ഷഗാനം കണ്ടുകൊണ്ട് കബ്ബൺ പാർക്കിലേക്കും ലാൽബാഗിലേക്കും പോകാമെന്ന് സങ്കല്പിക്കുക. കർണാടകക്കാരിയാണ് ഐശ്വര്യ റായി എന്ന് സങ്കല്പിക്കുക. കന്നഡ വെച്ച്, അതായത് കന്നഡ ഭാഷ സംസാരിച്ച് പട്ടുസാരി കൊടുത്ത് ചന്ദനക്കുറി അണിഞ്ഞ് കാപ്പി കുടിക്കുന്ന, സൂര്യാകാന്തി പൂ വെക്കുന്ന, മുല്ലപ്പൂ വെക്കുന്ന ഐശ്വര്യ റായി കബ്ബൺ പാർക്കിലും ലാൽബാഗിലും പോകാറുണ്ട്. ഇത് ബംഗളൂരുവിലാണ്. അപ്പൊ കർണാടകത്തെ കുറിച്ചുള്ള ഏതാണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അവർ മൈസൂരിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അവർ കാർക്കിളയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അവർ ശ്രവണ ബെൽഗോളയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അതൊക്കെ ജൈനമത നഗരങ്ങളാണ്. കാർക്കിളയും ശ്രവണ ബെൽഗോളയും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ആസാമിലേക്ക് പോവുകയാണ്. ആസാം എന്ന് പറയുന്ന സംസ്ഥാനം, അതായത് സമമല്ലാത്ത സംസ്ഥാനം. അസം എന്ന് പറഞ്ഞാൽ സമം അല്ലാത്തത്, അതായത് കുന്നുകളുള്ളത്, നദിയുള്ളത്. ആസാം എന്ന് പറയുമ്പോൾ ഒരു തേയിലത്തോട്ടം, മൂന്നാർ പോലെയുള്ള ഒരു തേയിലത്തോട്ടമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അവിടെ ഒരു വശത്തു കൂടി ബ്രഹ്മപുത്ര നദി ഒഴുകുന്നു. മൂന്നാർ എന്ന് പറഞ്ഞാൽ 3 നദികളാണ്. ഇവിടെ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നു. ആസാമിലൂടെ നമ്മൾ പോവുകയാണ്. ഭൂപേൻ ഹസാരിക എന്ന് പറയുന്ന സംഗീതജ്ഞന്റെ സംഗീതം കേട്ടുകൊണ്ടാണ് നമ്മൾ ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലൂടെ 760 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. അപ്പൊ ആസാമിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഓർക്കുക, ടീകൾ കണ്ട് ഓർക്കാം. ടീ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക ആസാമിലെ തേയില കൊണ്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്. ടീ. ഇന്ത്യയിൽ ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന ആസാം. ഇന്ത്യയിലെ തേയിലത്തോട്ടം, ഇന്ത്യയിലെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നു.
അപ്പൊ ആസാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ ടീ ഓർക്കുക. ടീ, TEA, തേയില. ഇന്ത്യയിലെ തേയിലത്തോട്ടം, ഇന്ത്യയിലെ ചായത്തോട്ടം, ഇന്ത്യയിലെ ചായത്തോട്ടത്തിലായത് കൂടി ആസാമിലോട് കൂടി ബ്രഹ്മപുത്ര നദിയിലൂടെ കൂടി ആസാമിന്റെ ദുഃഖമായ ബ്രഹ്മപുത്ര നദിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഭൂപൻ ഹസാരികയുടെ സംഗീതം കേട്ടുകൊണ്ട്, ശ്രുതി മധുരമുള്ള സംഗീതം കേട്ടുകൊണ്ട് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുമ്പോൾ അതാ നമ്മൾ കാണുന്നത് കാമാഖ്യ ക്ഷേത്രമാണ്, നീലാചൽ കുന്നുകളാണ്, ശങ്കരദേവൻ എന്ന് പറയുന്ന സന്യാസി വര്യന്റെ കാര്യങ്ങളാണ്, മജൂലി എന്ന് പറയുന്ന ദ്വീപുകളാണ് നമ്മൾ കാണുന്നത്. ഒന്നുകൂടി പറയാം. ദിബ്രുഗഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അധികം ദൂരം ഓടുന്ന ട്രെയിൻ ഓടുന്ന വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ദിബ്രുഗഡിൽ നിന്നാണ്. ദിബ്രുഗഡിൽ നിന്ന് നേരത്തെ പറഞ്ഞ കന്യാകുമാരിയിലേക്കാണ് വിവേക് എക്സ്പ്രസ് പോകുന്നത്. അപ്പൊ ദിബ്രുഗഡ് നിന്ന് നമ്മൾ ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ധോള സദിയ പാലം നമ്മൾ കാണുന്നു. ധോള സദിയ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാലം, അത് ഇപ്പോൾ ഭൂപൻ ഹസാരികയുടെ പേരിലാണ്. അത് കാണുന്നു. നമ്മൾ ടീ കുടിക്കുന്നു. മജൂലി എന്ന് പറയുന്ന ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കാണുന്നു. ശങ്കരദേവന്റെ കഥകൾ നമ്മൾ കേൾക്കുന്നു. നമ്മൾ ചായത്തോട്ടമായ ആസാമിലൂടെ യാത്ര ചെയ്ത് കൊതി തീരുവോളം യാത്ര ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇമേജിന്റെ സഹായത്തോടു കൂടി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം എന്നുള്ള ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല. നമ്മുടെ എനർജി ഒരു ഡാം പോലെയാണ്. നിങ്ങൾ പൊന്മുടി ഡാം എന്ന് കേട്ടിട്ടുണ്ടോ? പൊന്മുടി എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രം തിരുവനന്തപുരത്താണ്. പക്ഷെ പൊന്മുടി ഡാം ഉള്ളത് ഇടുക്കിയിലാണ്. ഇപ്പൊ നമ്മൾ ഇടുക്കിയിലേക്ക് ഒരു സുഹൃത്തിന്റെ കൂടെയാണ് പോകുന്നത്. അയാളുടെ പേര് തൊമ്മൻ. തൊമ്മൻ എന്നുള്ളത് തൊമ്മൻ കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഓർമ്മയ്ക്കാണ് തൊമ്മൻ എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഇടുക്കി കുടിയേറ്റ കർഷകരുടെ ജില്ലയാണ്. ഇടുക്കിയിലെ ഈ തൊമ്മൻ കുടിയേറ്റ കർഷകനാണ്. ഇടുക്കിയിലെ തൊമ്മന്റെ കൂടെ, കുടിയേറ്റ കർഷകനായ തൊമ്മന്റെ കൂടെ നമ്മൾ മതികെട്ടാൻ ചോലയിലും ആനമുടി ചോലയിലും പാമ്പാടും ചോലയിലും ഇരവികുളം നാഷണൽ പാർക്കിലും പോകും. ഇടുക്കി ജില്ലയിലെ നാഷണൽ പാർക്കുകളാണ് മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടി ചോല. വെള്ളച്ചാട്ടമാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഏറ്റവും അധികം മലകളും ഏറ്റവും അധികം കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ ഉള്ള ജില്ലയാണ് ഇടുക്കി ജില്ലയെന്ന് ഓർക്കുമല്ലോ. അവിടെയാണ് മൂന്നാർ, അവിടെയാണ് പീരുമേട്, അവിടെയാണ് കുമളി, അവിടെയാണ് പൊന്മുടി ഡാം, അവിടെയാണ് കുണ്ടള ഡാം, അവിടെയാണ് മാട്ടുപ്പെട്ടി ഡാം, അവിടെയാണ് മുല്ലപ്പെരിയാർ ഡാം, അവിടെയാണ് പെരിയാർ ഏറ്റവും അധികം കേരളത്തിൽ ഒഴുകുന്നത്. ഇടുക്കി ഡാം, കുളമാവ് ഡാം, ചെറുതോണി ഡാം, ഇങ്ങനെ പ്രധാന ഡാമുകളൊക്കെ എവിടെയാണ്? ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികളുള്ള എവിടെയാണ്? ഇടുക്കി. ഇടുക്കി എന്ന് പറയുന്ന ഇടുക്കിയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തെ കുറിച്ച് ഓർക്കണം. ഈ തൊമ്മൻ ചേട്ടൻ ഏല കൃഷി ചെയ്യുന്നതായിട്ട് ഓർക്കണം, തേയില കൃഷി ചെയ്യുന്നതായിട്ട് ഓർക്കണം, വെളുത്തുള്ളി കൃഷി ചെയ്യുന്നതായിട്ട് ഓർക്കണം. അപ്പൊ ഏറ്റവും അധികം ഏലകൃഷിയും ഏറ്റവും അധികം തേയില കൃഷിയും ഏറ്റവും അധികം വെളുത്തുള്ളി കൃഷിയും ഉള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉടനെ ഉത്തരം പറയണം നമ്മളെ ഇടുക്കി എന്ന് പറയുന്ന ഇടുക്കി. ഏറ്റവും അധികം ജലവൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉടനെ നമുക്ക് വരണം, നമ്മുടെ നാവിലേക്ക് വരണം. പൊന്മുടി ഡാമുള്ള, കുണ്ടള ഡാമുള്ള, മാട്ടുപ്പെട്ടി ഡാമുള്ള, ഇടുക്കി ഡാമുള്ള, ചെറുതോണി ഡാമുള്ള ഇടുക്കി നമ്മുടെ മനസ്സിലേക്ക് വരണം. മൂലമറ്റം പവർ ഹൗസ് നമ്മുടെ മനസ്സിലേക്ക് വരണം. നമുക്ക് ചിലപ്പോൾ മൂലമറ്റം പവർ ഹൗസ് പോലെയുള്ള എനർജി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി പറ്റുമ്പോൾ. അപ്പോൾ നമ്മൾ തൊമ്മന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഏലമലക്കാടുകളിലൂടെ യാത്ര ചെയ്യുന്നു, തേയിലത്തോട്ടങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു, മതികെട്ടാൻ ചോലയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു, ആനമുടി ചോലയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇരവികുളം നാഷണൽ പാർക്കിലൂടെ യാത്ര ചെയ്യുന്നു. കേരളത്തിലെ കാശ്മീരായ, കേരളത്തിന്റെ സുന്ദരിയായ മൂന്നാറിലൂടെ യാത്ര ചെയ്യുന്നു. കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡായ വാഗമണിലൂടെ യാത്ര ചെയ്യുന്നു. കുമളിയിലേക്ക് യാത്ര ചെയ്യുന്നു, തേക്കടിയിലേക്ക് യാത്ര ചെയ്യുന്നു, കുട്ടിക്കാനത്ത് യാത്ര ചെയ്യുന്നു, പാഞ്ചാലി മേട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ യാത്രകൾ എത്ര സുന്ദരമാണ്! ഈ യാത്രകൾ രാജാക്കാട്ടേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു, ചതുരംഗപ്പാറയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പൊ ഇടുക്കി എന്ന് പറയുന്ന ഇടുക്കിയെ നിങ്ങൾ അറിയുക. അവിടെയാണ് രാമക്കൽമേട്, കാറ്റാടി വൈദ്യുതിക്ക് ഏറ്റവും വിഖ്യാതമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് പഠനം ഒരു ഉത്സവമാക്കി മാറ്റാം. ധൈര്യമായിട്ട് എൻ്റെ കൂടെ വരും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കോട്ടയത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ കോട്ടയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ 3 Lകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം.
ഒന്നാമത്തെ എല്ല് അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ, ലാറ്റക്സ്. രണ്ടാമത്തെ എല്ല് ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പദമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മൂന്ന് എല്ലുകളാണ്. ഒന്ന് ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, ലാൻഡ് ഓഫ് ലേറ്റി, മൂന്നാമത്തെ ലാൻഡ് ഓഫ് ലാറ്റക്സ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുള്ള കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര പട്ടണം, നഗരം. അതേസമയം ജില്ല എറണാകുളമാണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ കോട്ടയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ അക്ഷരങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. മലയാള മനോരമയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ദീപിക നമ്മുടെ മനസ്സിലേക്ക് വരണം. മാന്നാനത്തെ ചാവറ അച്ഛൻ്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ചാവറ അച്ഛൻ അച്ചുകൂടാൻ സ്ഥാപിച്ചത് കോട്ടയത്താണ്. നാഗമ്പടത്തെ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് വരണം. ഇപ്പോൾ കോട്ടയം എന്ന് പറയുമ്പോൾ അവിടെയാണ് ഭരണങ്ങാനം പള്ളിയുള്ളത്, മുട്ടുചിറയുള്ളത്, അൽഫോൺസാമയുമായിട്ട് ബന്ധപ്പെട്ട്. വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ മഹാക്ഷേത്രങ്ങളുള്ള കോട്ടയം ജില്ലയിലാണ്. വെള്ളൂർ പത്രക്കടലാസ് നിർമ്മാണശാല ഉള്ളത് കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇമേജ് വരണം, ലെറ്റേഴ്സിന്റെ ഇമേജ്. ലെറ്റേഴ്സ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു, നമ്മുടെ മനസ്സിലേക്ക് കോട്ടയം വന്നുകൊണ്ടു, നമ്മുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് കയറി. അക്ഷരങ്ങൾ നമ്മുടെ ലേക്കായാലും സന്തോഷമാണ്. ചിലപ്പോൾ 4 എല്ലും കൂടി ചേർക്കാറുണ്ട്. ലേക്ക് വേമ്പനാട്ട് ലേക്കാണ്. കുമരകത്ത് വേമ്പനാട്ട് ലേക്കുണ്ട്. മീനച്ചിലാറിന്റെ തീരത്താണ് കോട്ടയം എന്ന് പറയുന്ന സുന്ദരമായ നഗരം, മീനച്ചിലാർ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു. ലാറ്റക്സ് വരുന്നു, ലേക്ക് വരുന്നു, ലെറ്റേഴ്സ് വരുന്നു, ലേറ്റി വരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു കഴിയുമ്പോൾ നമ്മുടെ പഠനം എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായ അനുഭവമായിട്ട് വരും. ഇപ്പൊ നമ്മൾ ആലപ്പുഴ, നമ്മുടെ കറ്റാന് ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ ആലപ്പുഴയെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ കരുമാടിക്കുട്ടന്റെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. കുട്ടനാടിന്റെ ഒരു പ്രധാന ഭാഗം ആലപ്പുഴയിലാണെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അർത്തുങ്കൽ പള്ളി വരുന്നു, തങ്കി പള്ളി വരുന്നു. നമ്മൾ അവിടെയൊക്കെ പോകുന്നു എന്ന് വിചാരിക്കുക. നമ്മളൊരു ഫോട്ടോഗ്രാഫറായിട്ട് മാറുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യുകയാണ്. ചുണ്ടൻ വള്ളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കരുവാറ്റ വള്ളംകളി നമ്മൾ കാണുന്നുണ്ട്. പായിപ്പാട് റേസ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്ത് മണ്ണാറശാല ക്ഷേത്രം കാണുന്നുണ്ട്, ഹരിപ്പാട് കാണുന്നുണ്ട്. ഇതൊക്കെ പരീക്ഷകളിൽ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇമേജ്. ഇപ്പോൾ ഈ ആലപ്പുഴ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ചുണ്ടൻ വള്ളംകളി, ചുണ്ടൻ വള്ളങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. കോട്ടയം എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇടുക്കി എന്ന് പറയുമ്പോഴേക്കും ഏലമലക്കാടുകളും തേയിലയുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന ഇമേജാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. തമിഴ്നാട് എന്ന് പറയുമ്പോൾ തിരുവള്ളുവർ എന്ന് പറയുന്ന ഇമേജാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ത്യാഗരാജസ്വാമികൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. തമിഴ്നാട്ടിലെ സംഗീതത്തിന്റെ കുലപതിയാണ് ത്യാഗരാജസ്വാമി. കന്യാകുമാരി നമ്മുടെ മനസ്സിലേക്ക് വരാം. കാമരാജ് നമ്മുടെ മനസ്സിലേക്ക് വരാം. കരുണാനിധി നമ്മുടെ മനസ്സിലേക്ക് വരാം. അടുത്തതായിട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഗാന്ധിജി നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അല്ലെങ്കിൽ കർണാടകത്തിന്റെ ഇമേജ് വരുമ്പോൾ ഐശ്വര്യ റായ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ജപ്പാൻ എന്നുള്ള ഇമേജ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എസ് എന്നുള്ള അക്ഷരങ്ങൾ വരുന്നു. ഇപ്പൊ ഷിങ്കാസൻ എന്ന് പറയുന്ന ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്, സുസുക്കി ഉണ്ട്, സോണി ഉണ്ട്, സുമിത ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഇടുക്കി എന്ന് പറയുമ്പോൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഈ തൊമ്മൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. പള്ളിവാസൽ എന്ന് പറയുന്ന ജലവിദ്യുത് പദ്ധതി എവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ഉത്തരം എഴുതണം. ഇടുക്കിയാണ് ഉത്തരം. ഇനി നമ്മള് പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട്, സാം ഫ്രം പാലക്കാട് എന്ന് ഓർക്കുക. സാം എന്താണ് ഈ സാം എന്നുള്ളതായിരിക്കും നിങ്ങൾ നോക്കുന്നത്, അത്ഭുതപ്പെടുന്നത്. സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലൊക്കെ പറയത്തില്ലേ, സൈലന്റ് ആയിട്ടൊന്നും ഇരിക്കണോ, സൈലന്റ് വാലിയിലെ എസ് ആണ് സാം, എസ്. അഗളി, അട്ടപ്പാടി, മലമ്പുഴ ഇതൊക്കെ പാലക്കാടുകാരാണ്. സൈലന്റ് വാലി, അഗളി, മലമ്പുഴ, മംഗലം ഈ ഡാമുകളൊക്കെ പാലക്കാടുകാരാണ് കേട്ടോ. മംഗലവും മലമ്പുഴയും. അപ്പൊ സാം ഫ്രം പാലക്കാട്. അല്ലെങ്കിൽ പാലക്കാട്ടെ മകനെ പനിച്ചുവോ, മകനെ. അതിൽ മാ എന്നുള്ള അക്ഷരം മരച്ചിനിയെ സൂചിപ്പിക്കുന്നു. ക എന്നുള്ള അക്ഷരം കരിമ്പിനെ സൂചിപ്പിക്കുന്നു. നേ എന്നുള്ള അക്ഷരം നെല്ലിനെ സൂചിപ്പിക്കുന്നു. മകനെ പനിച്ചുവോ. അപ്പൊ കാർഷിക വിഭവങ്ങളിലൊക്കെ 1ാം സ്ഥാനത്തുള്ള ജില്ലയാണ് പാലക്കാട്, ഏറ്റവും വലിയ ജില്ലയാണ്. മകനെ, മരച്ചീനി, കരിമ്പ്, നെല്ല്. പനിച്ചുവോ. പ എന്താ പരുത്തി, നീ എന്താ നിലക്കടല, ചൂ എന്താ ചുണ്ണാമ്പ്, ഓ ഓറഞ്ച്. പാലക്കാട്ടെ മകനെ പനിച്ചുവോ.
നിങ്ങൾ ഓർക്കുക, കാർഷിക വിഭവങ്ങളെ കുറിച്ചുള്ള കോഡാണ്. മകനെ മാ മരിച്ചിനി, കാ കരിമ്പ്, നേ നെല്ല്, പാ പരുത്തി, നീ നിലക്കടല, ചൂ ചുണ്ണാമ്പ്, വോ ഓറഞ്ച്. പാലക്കാട്ടെ മകനെ പനിച്ചുവോ. സാം പാലക്കാടുകാരനാണ്. സൽവാലി, അകളി, അട്ടപ്പാടി, മലമ്പുഴ, മംഗലം ഇതൊക്കെ പാലക്കാട്ടുകാരാണ്. നമ്മളൊരു ഇമേജിന്റെ സഹായത്തോടുകൂടി, ഫസ്റ്റ് ലെറ്റേഴ്സിന്റെ സഹായത്തോടുകൂടി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇനി അടുത്തതായിട്ട് ഇന്ത്യ റെക്കോർഡുകളിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യ റെക്കോർഡുകളിൽ വരുന്ന കുറെ കാര്യങ്ങൾ. ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും അധികം കന്നുകാലികളുള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും അധികം പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇഞ്ചിയുടെ ജന്മദേശവും മഞ്ഞളിന്റെ ജന്മദേശവും സപ്പോട്ടയുടെ ജന്മദേശവും ഇന്ത്യയാണ്. ഏറ്റവും അധികം രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷയരോഗികളുള്ള രാജ്യമെന്ന ഒരു കുപ്രസിദ്ധി പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അപ്പോൾ അത് ഇന്ത്യയാണ്. ഏറ്റവും വലിയ ഇടനാഴി ഇന്ത്യയിലാണുള്ളത്, രാമേശ്വരത്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏറ്റവും വില കുറഞ്ഞ കാറും ഏറ്റവും വില കുറഞ്ഞ കമ്പ്യൂട്ടറും ഉൽപ്പാദിപ്പിച്ചതും ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ കേരളത്തിന്റെ ജന്മദിനം എന്നാണെന്നുള്ളത് നമ്മൾ പല പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. 1956 നവംബർ 1 തീയതിയാണ്. അന്ന് കേരളത്തിന് മാത്രമല്ല ജന്മദിനം, രാജസ്ഥാന്റെ ജന്മദിനമാണ്, കർണാടകത്തിന്റെ ജന്മദിനമാണ്, മധ്യപ്രദേശിന്റെ ജന്മദിനമാണ്. ഈ കാര്യങ്ങളും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ വളരെ പഠിത്തം എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കോവിഡിന്റെ ഏറ്റവും അധികം വ്യാപിച്ചിരിക്കുന്ന നഗരം, അതിൽ നിന്ന് മുക്തി നേടിയ ശേഷം നമുക്ക് അവിടെ ഒന്ന് പോകാം. അപ്പോൾ നമ്മൾ ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്. യു എന്നിന്റെ ആസ്ഥാനം, UN വിമന്റെ ആസ്ഥാനം ഇതൊക്കെ ന്യൂയോർക്കിലാണ്. UNDPയുടെ ആസ്ഥാനം അവിടെയാണ്. യുനിസെഫിന്റെ ആസ്ഥാനം അവിടെയാണ്. യുനിസെഫിന്റെ ആസ്ഥാനവും UN വിമന്റെ ആസ്ഥാനവും UNDPയുടെ ആസ്ഥാനവും UNന്റെ ആസ്ഥാനവും എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക് അമേരിക്കയിലാണ്. അപ്പൊ അമേരിക്ക ഉത്തരമായി വരുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ആ വെച്ച് പേര് തുടങ്ങുന്നു. പറയൂ. അബ്രഹാം ലിങ്കനെ കുറിച്ച് പറയൂ. നിരവധി പരാജയങ്ങളെ അതിജീവിച്ചുകൊണ്ട് 52ാമത്തെ വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റായ ഒരു തടി വീട്ടിൽ ജനിച്ച അബ്രഹാം ലിങ്കനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കണം. പരാജയങ്ങളെ അതിജീവിച്ച് അമേരിക്ക പ്രസിഡന്റായി തീർന്ന അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന മഹത് വ്യക്തി ജനാധിപത്യത്തെ കുറിച്ച് പറയുകയാണ്. ബൈ ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ, ഓഫ് ദി പീപ്പിൾ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യം. അപ്പോൾ അങ്ങനെയാണോ ഇപ്പോൾ? അത് നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഗെറ്റിസ്ബർഗ് പ്രസംഗം എന്ന് പറയുന്ന പ്രസംഗം, അദ്ദേഹത്തിന്റെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗം, പാവപ്പെട്ട കറുത്തവർഗക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ. ഈ അടുത്ത് വരെ ഒരു കറുത്തവർഗക്കാരനായ വ്യക്തി അവിടെ അതിദാരുണമായി മരണപ്പെട്ടു. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്. അപ്പൊ ഏറ്റവും അധികം നോബൽ സമ്മാന ജേതാക്കളുള്ള അമേരിക്കയെ കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. അമേരിക്കയിലെ പ്രധാന നഗരങ്ങളൊന്നാണ് ന്യൂയോർക്ക്. അപ്പൊ അമേരിക്ക എന്നുള്ള കോഡ് കൊണ്ട് അമേരിക്കയിലെ എല്ലാ കാര്യങ്ങളും ഓർക്കാം. അബ്രഹാം ലിങ്കനാണ് A. M. മാർക്ക് ട്വൈൻ അമേരിക്കൻ സാഹിത്യകാരനാണ്. E. ഇംഗ്ലീഷാണ് അമേരിക്കയിലെ ഭാഷ. റെഡ് ഇന്ത്യൻസ് ആണ് അമേരിക്കയിലെ ആദിമ നിവാസികൾ. I. ഇന്ത്യാന എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ്. C. കാലിഫോർണിയയാണ്, CA. അല്ലെങ്കിൽ അലാസ്കയും കൂടി ഓർക്കാം. കാലിഫോർണിയ സിയും A. അലാസ്കയുമാണ്. അപ്പൊ സിലിക്കൺ വാലി എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പറയുക അമേരിക്കയിലാണ്. ഓക്കെ, അപ്പൊ അമേരിക്ക എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും. A. ഒന്നുകൂടി പറയാം, അബ്രഹാം ലിങ്കൻ. M. മാർക്ക് ട്വൈൻ അമേരിക്കൻ സാഹിത്യത്തിലെ എഴുത്തുകാരൻ. E. ഇംഗ്ലീഷ്. R. റെഡ് ഇന്ത്യൻസ്. I. ഇന്ത്യാന. C. കാലിഫോർണിയ. A. അലാസ്ക. അമേരിക്ക എന്നുള്ള വാക്കുകൊണ്ട് അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ ഓർക്കാം. വൈറ്റ് ഹൗസ് അമേരിക്കയിലാണ്. എയർഫോഴ്സ് 1 എന്ന് പറയുന്ന പേരിൽ, എയർഫോഴ്സ് 1 എന്നുള്ള പേരിൽ അമേരിക്കയിലെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം അറിയപ്പെടുന്നു. മറീൻ 1 എന്നുള്ള പേരിൽ അവിടുത്തെ ഹെലികോപ്റ്റർ അറിയപ്പെടുന്നു. ക്യാമ്പ് ഡേവിഡ് അമേരിക്കയിലാണ്. ക്യാമ്പ് ഡേവിഡ് എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അമേരിക്കയിലാണ്. നാസ അമേരിക്കയിലാണ്. അറ്റ്ലാന്റ അമേരിക്കയിലാണ്. വൈറ്റ് ഹൗസ് അമേരിക്കയിലാണ്. അമേരിക്കൻ
യുദ്ധത്തിൽ, ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധത്തിൽ, സിവിൽ വാറിലൊക്കെ അമേരിക്കയിലെ വൈറ്റ് ഹൗസ് അഗ്രഹിക്കുകയുണ്ടായി. അപ്പൊ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് പെയിന്റ് അതിനെ അടിച്ചത്. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ വാഷിംഗ് മെഷീൻ എടുക്കുമ്പോൾ ഓർത്താൽ മതി, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും വാഷിംഗ്ടൺ. ഓക്കെ, ഒരു ടൺ കണക്കിന് നോളജ് ഉള്ള ആളായിരുന്നു വാഷിംഗ്ടൺ, ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അമേരിക്കയെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും അധികം നോബൽ സമ്മാനമുള്ള കാരുള്ള രാജ്യമാണ് അമേരിക്ക. പിൻകോഡ് സിപ്പ് കോഡ് എന്നുള്ള പേരിൽ അമേരിക്കയിൽ തുടങ്ങി. പോണി എക്സ്പ്രസ് അമേരിക്കയിൽ തുടങ്ങി. അമേരിക്കയിലാണ് ആദ്യമായി സെൻസസ് തുടങ്ങിയത്. അമേരിക്കയിലാണ് ആദ്യമായി ഫാദേഴ്സ് ഡേ തുടങ്ങിയത്. സാന്തോ ക്ലോസ് ആദ്യമായി നിലവിൽ വരുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലാണ് ഏറ്റവും അധികം ശാസ്ത്രജ്ഞന്മാർ നോബൽ സമ്മാനം നേടിയിട്ടുള്ളത്. അമേരിക്കക്കാരനായ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ആളാണ് ലോക ചരിത്രത്തിലെ കറുത്ത വർഗക്കാരുടെ നേതാവായി മാറിയത്. അതുകൂടാതെ വാഷിംഗ്ടണെ കുറിച്ച് ഓർക്കാം. അമേരിക്കയിലെ നദിയായ മിസിസിപ്പിയെ കുറിച്ച് ഓർക്കാം. അമേരിക്ക എന്നുള്ള കോഡ് ഉപയോഗിച്ച് അമേരിക്കയിലെ അബ്രഹാം ലിങ്കനെയും മിസിസിപ്പിയെയും ഇംഗ്ലീഷിനെയും റെഡ് ഇന്ത്യൻസിനെയും ഇന്ത്യാന എന്ന് പറയുന്ന സംസ്ഥാനത്തെയും കാലിഫോർണിയയെയും അലാസ്കയെയും ഓർക്കാം. അലാസ്ക എന്നുള്ളത് രസകരമായ ഒരു സംഭവമുള്ള സ്ഥലമാണ്. ഈ റഷ്യയിൽ നിന്ന് അമേരിക്ക വിലക്ക് വാങ്ങിയതാണ് അലാസ്ക. വളരെയധികം തണുപ്പുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ റഷ്യക്കാർ വിചാരിച്ചു ഇതുകൊണ്ട് എന്ത് പ്രയോജനം, ഈ അലാസ്ക കൊണ്ട് അത് അമേരിക്കക്കാർക്ക് വിറ്റേക്കാം. പക്ഷേ അമേരിക്കക്കാരുടെ കൈ കിട്ടിയപ്പോഴേക്കും അമേരിക്കക്കാർ എന്ത് ചെയ്തെന്ന് അറിയാം, അവിടെ എണ്ണഖനനം തുടങ്ങി. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും അധികം എണ്ണഖനനം നടക്കുന്ന സ്ഥലങ്ങളൊന്നാണ് അലാസ്ക. ഹവായ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ, അത് അമേരിക്കയുടെ ഭാഗമാണ്. 50 സ്റ്റേറ്റ്സ് ഉള്ളതാണ് അമേരിക്ക. 50 സ്റ്റേറ്റ്സ് ഉണ്ട്. ട്രംപാണ് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് അറിയാമല്ലോ. ട്രംപും മോഡിയും കൂടിയുള്ള സന്ദർശനമൊക്കെ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലാണെന്ന് അറിയാമല്ലോ. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന അമേരിക്കയിൽ നടന്ന സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവത്തെക്കുറിച്ച് അറിയാമല്ലോ. ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ഭാഗമായിട്ട് നോ ടാക്സ് വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം, അതായത് വോട്ടിംഗ് ഇല്ലാതെ ഞങ്ങൾ ഇനി ടാക്സ് അടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനിൽ നിന്ന് വന്ന കപ്പലിൽ നിന്ന് അമേരിക്കക്കാർ തേയിലപ്പെട്ടികൾ എടുത്ത് വലിച്ചെറിഞ്ഞു. 1770-കളിൽ ആണ് ഈ സംഭവം നടക്കുന്നത്. 1783-ൽ അമേരിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനെ ഇൻസ്പയർ ചെയ്തത് ഫ്രഞ്ച് സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഫ്രഞ്ചുകാരുടെ സ്വാതന്ത്ര്യ സമരത്തെ ഇൻസ്പയർ ചെയ്തത്. അതുകൊണ്ട് ഫ്രാൻസിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ടാക്കി അമേരിക്കക്ക് കൊടുത്തെന്നാണ് കഥ. അപ്പൊ 1789-ലാണ് ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത്. അതിന് 6 വർഷങ്ങൾക്ക് മുമ്പ് 1783-ലാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളവർക്ക്. ഇനി വേറൊരു കൗതുകരമായ കാര്യം കൂടി പറയാം. 1493-ൽ ആണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത്. കൊളംബസ് കണ്ടുപിടിച്ചതാണ് അമേരിക്ക എന്നറിയാമല്ലോ. ആധുനിക അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചാണ് 1493-ൽ. അതിന്റെ 400ാമത്തെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനം 1893-ൽ ചിക്കാഗോ നഗരത്തിൽ നടക്കുകയുണ്ടായി. അവിടെ വെച്ച് നടന്ന മഹാസമ്മേളനത്തിൽ, ലോകമത മഹാസമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ പ്രശസ്തനായ സ്വാമി വിവേകാനന്ദൻ പ്രശസ്തമായ ചിക്കാഗോ പ്രസംഗം നടത്തിയത്. അപ്പൊ ചിക്കാഗോ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാലും, ബോസ്റ്റൺ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാലും, ന്യൂയോർക്ക് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാലും, വാഷിംഗ്ടൺ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാലും, കാലിഫോർണിയ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാലും, സിലിക്കൺ വാലി ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാലും, അലാസ്ക ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാലും, ഹൂസ്റ്റൺ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാലും ഉടനെ ഉത്തരം നൽകുക അമേരിക്ക എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ജനസംഖ്യ എന്നുള്ള ഇമേജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉത്തർപ്രദേശ് വരെ ഒന്നും പോയിട്ട് വരാം. അപ്പൊ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും അധികം സ്ത്രീകളും, ഏറ്റവും അധികം പുരുഷന്മാരും, ഏറ്റവും അധികം കുട്ടികൾ കൂടുതലാണ്, സ്കൂളുകൾ കൂടുതലുണ്ട്, ഏറ്റവും അധികം സ്കൂളുകളും, ഏറ്റവും അധികം പത്രങ്ങളും, ഏറ്റവും അധികം വാരികളും, ഏറ്റവും അധികം അധ്യാപകരും, ഏറ്റവും അധികം പോലീസുകാരും, വേണമെങ്കിൽ ഏറ്റവും അധികം കള്ളന്മാരും ഉള്ള സ്ഥലമെന്ന് കൂടി പറയാം, ഉള്ളത് ഉത്തർപ്രദേശാണ്. അപ്പൊ ഏറ്റവും അധികം ജനസംഖ്യ 51 കോടി ജനസംഖ്യയുണ്ട്. 2011 സെൻസസ് പ്രകാരം പുതിയ സെൻസസ് ഉടനെ നടക്കും. അപ്പൊ ഏറ്റവും അധികം സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, പോലീസുകാരുണ്ട്, ബസ്സുകളുണ്ട്, ചരിത്ര സ്മാരകങ്ങളുണ്ട്, കന്നുകാലികളുണ്ട്, ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു, ഏറ്റവും അധികം കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു, ഏറ്റവും അധികം ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നു, ഏറ്റവും അധികം പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നു, ഏറ്റവും അധികം മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നു, ഏറ്റവും അധികം പേരക്ക ഉൽപ്പാദിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഉത്തർപ്രദേശാണ്. അപ്പൊ ഏറ്റവും അധികം MP-മാരും, ഏറ്റവും അധികം ലോകസഭാ അംഗങ്ങളും, ഏറ്റവും അധികം രാജ്യസഭാ അംഗങ്ങളും, ഏറ്റവും അധികം നിയമസഭാ അംഗങ്ങളും, ഏറ്റവും അധികം
നിയമസഭ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളും ഏറ്റവും അധികം വില്ലേജ് അംഗങ്ങളും ഏറ്റവും അധികം ബുദ്ധമത സ്മാരകങ്ങളും ബുദ്ധനാദ്യമായി പ്രഭാഷണം നടത്തിയ സാരനാഥും കാശി നഗരവും പ്രകാശിക്കുന്ന നഗരം എന്നാണ് കാശിയുടെ പേര്. കാശി നഗരവും കാശിയുടെ വേറെ പേരുകളായ ബനാറസും വാരണാസിയും ഒക്കെ ഉത്തർപ്രദേശിലാണ് എന്നുള്ളത് ഓർക്ക്. അപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ജനസംഖ്യ ഏറ്റവും അധികം സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഏറ്റവും അധികം പത്രങ്ങൾ, പത്രം വായിക്കുന്നവർ, വാരിക വായിക്കുന്നവർ, പോലീസുകാർ, ഏറ്റവും അധികം ഗോതമ്പ് കൃഷി, ഏറ്റവും അധികം കരിമ്പ് കൃഷി, ഏറ്റവും അധികം പഞ്ചസാര ഉൽപാദനം, ഏറ്റവും അധികം പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്ന് അറിയപ്പെടുന്നു. ഏറ്റവും അധികം ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നു. ഏറ്റവും അധികം MP-മാരുണ്ട്. ഏറ്റവും അധികം ലോക്സഭാ MP-മാരുണ്ട്, രാജ്യസഭാ MP-മാരുണ്ട്, നിയമസഭാ അംഗങ്ങളുണ്ട്, ഏറ്റവും അധികം നിയമസഭാ കൗൺസിൽ അംഗങ്ങളുണ്ട്. ഇതെല്ലാം ഉത്തർപ്രദേശിലാണ്. ലക്നൗ എന്നാണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം എന്നുള്ള ഇത് ഓർക്കുക. ബഡ ഈമാമ്പരകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് ലക്നൗ. ഗോമതി നദിക്കരയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ആഗ്ര ഉത്തർപ്രദേശിലാണ്. ലങ്ക ഉത്തർപ്രദേശിലാണെന്ന് ഓർക്കുക. ലക്നൗ, ആഗ്ര, നോയിഡ, കാൺപൂർ, അലഹബാദ് ഇതെല്ലാം ഉത്തർപ്രദേശിലാണ്. ലക്നൗ ഇപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് PSC പരീക്ഷ പാസ്സാകാം. ആഗ്രഹം ഉണ്ടെങ്കിൽ PSC പരീക്ഷ പാസ്സാകാം. നോ, പഠിത്തം ഉഴപ്പുന്നതിനോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോയിഡ നമുക്ക് വിജയിക്കാം. കാൺപൂർ അല്ലെങ്കിൽ കാണുക, പഠിക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. അടുത്തത് അലഹാബാദ്, ത്രിവേണി സംഘമായ അലഹാബാദ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ PSC പരീക്ഷകൾ വിജയിക്കാം. അപ്പൊ ലങ്ക നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഉത്തർപ്രദേശിലെ ലങ്ക നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് PSC പരീക്ഷകൾ വിജയിക്കാം. അപ്പൊ ലക്നൗ ഓർക്കുക, ആഗ്രഹം ഓർക്കുക, നോ പറയേണ്ടത് നോ പറയുക, നോയിഡ ഓർക്കുക, കാൺപൂർ കാണുക, അലഹാബാദ് കാണുക. ത്രിവേണി സംഗമം നടക്കുന്ന അലഹാബാദിലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പോവുകയാണ്, ഇന്ത്യയിലൂടെ യാത്ര ചെയ്ത് പോവുകയാണ്. നമ്മൾ പോയി നമ്മൾ ഒഡീഷയിലേക്കാണ് പോകുന്നത്. ഒഡീഷയിൽ അവിടെ ഒരു അശോക ചക്രവർത്തിയുണ്ട്, ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ട അശോക ചക്രവർത്തി. അദ്ദേഹം കലിംഗ യുദ്ധത്തിൽ നിരാശ പൂണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കലിംഗ യുദ്ധത്തിൽ നിരാശ പൂണ്ട് ബ്രദേഴ്സിനെയൊക്കെ വധിച്ചുകൊണ്ട് അശോക ചക്രവർത്തി അവിടെ ഇരിക്കുന്നു. അദ്ദേഹം ഒഡിയ ഭാഷയാണ് സംസാരിക്കുന്നത്. ഒഡീഷയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. കലിംഗം, ഉത്കലം, ഓദ്രദേശം എന്നിങ്ങനെയൊക്കെ ഒഡീഷ അറിയപ്പെട്ടു. അപ്പൊ ഒന്നും ഓർക്ക്, അശോക ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒഡീഷയാണ്. ഒഡീഷയിലെ നഗരമായ ധൗളിയാണ്. ധൗളി നഗരം, അതാണ് ഇന്നത്തെ കലിംഗം, ഉത്കലം, ഓദ്രദേശം, ഒഡീഷ. അവിടെ ഒരു ലേക്ക് ഉണ്ട്, ചിൽക്ക തടാകം. ഇപ്പൊ ഈ ചിൽക്ക തടാകത്തിലൂടെ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊത്ത് തോണിയാത്ര നടത്തുകയാണ്. സുന്ദരമായ തോണിയാത്ര നടത്തിക്കൊണ്ട് നമ്മൾ ഒഡീഷയിലൂടെ കലിംഗ യുദ്ധഭൂമിയൊക്കെ കണ്ടുകൊണ്ട്, നമ്മൾ അവിടുത്തെ ഡാമായ ഹിരാക്കുഡ് കണ്ടുകൊണ്ട്, മഹാനദി കണ്ടുകൊണ്ട്, പാരദ്വീപ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നമ്മൾ കാണുന്നുണ്ട്. നമ്മളതാ ഒറീസയിലേക്ക് പോകുന്നു. നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പമാണ് നമ്മൾ പോകുന്നത്. പാരദ്വീപ് കാണുന്നുണ്ട്. അവിടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ടുള്ള APJ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള വീലർ ഐലൻഡിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ റൂർക്കല കാണുന്നുണ്ട്. നമ്മൾ മഹാനദി, ഒറീസയിലെ ദുഃഖം എന്നറിയപ്പെടുന്ന, ഒഡീഷയിലെ ദുഃഖം എന്നറിയപ്പെടുന്ന മഹാനദി കാണുന്നുണ്ട്. പുരി ക്ഷേത്രം കാണുന്നുണ്ട്. ജഗന്നാഥ ക്ഷേത്രം കാണുന്നുണ്ട്. ഇത് കൂടാതെ ഭുവനേശ്വർ എന്ന് പറയുന്ന തലസ്ഥാന നഗരം നമ്മൾ കാണുന്നുണ്ട്. കട്ടക്ക് കാണുന്നുണ്ട്. ഇപ്പൊ കട്ടക്ക് നിൽക്കുന്ന ആളുകളാണ് ഒറീസക്കാർ, ഒഡീഷക്കാർ. അപ്പൊ ഇവിടെ ഒഡീഷയെ കുറിച്ച് നമ്മൾ കണ്ടുപോകുന്നു. ഒഡീഷയിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാനും പോവുകയാണ്. അപ്പൊ ചിൽക്ക തടാകത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ മഹാനദി വന്ന് ചേരുന്നത് നമ്മൾ കാണുന്നു. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നമ്മൾ കാണുന്നു. മഹാനദി ഒഡീഷയുടെ ദുഃഖമാണെന്നുള്ളത് നമ്മൾ ഓർക്കുന്നു. കലിംഗമെന്നും ഉത്കലമെന്നും ഓദ്രദേശമെന്നും ഒഡീഷയ്ക്ക് പഴയ പേരുകളുണ്ടെന്ന് നമ്മൾ ഓർക്കുന്നു. അവിടെ രണ്ട് ഗുഹാക്ഷേത്രങ്ങളുണ്ട്. ഉദയഗിരി എന്നും ഘട്ടഗിരി എന്നും പേരായ ക്ഷേത്രങ്ങളുണ്ട്. ഖാരവേല ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു. അപ്പോൾ ഒഡീഷയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒഡീസി നൃത്തം അരങ്ങേറുകയാണ്. നമ്മൾ ഒഡീസി നൃത്തം പുരിയിൽ കാണുന്നു. നമ്മൾ കൊണാർക്കിലൂടെ, സൂര്യക്ഷേത്ര നഗരമായ കൊണാർക്കിലൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ ഒഡീഷയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു. നമ്മൾ ഒഡീഷയിലേക്ക് പോവുകയാണ്. ഒഡിയ നമ്മൾ കേൾക്കുന്നു, കാണുന്നു, സംസാരിക്കുന്നു, നമ്മൾ ഭക്ഷിക്കുന്നു, രസഗുള ഭക്ഷിക്കുന്നു. ലോകത്തിൽ ആദ്യമായി രസഗുള ഉണ്ടാക്കിയത് ഒറീസയിൽ എന്നാണ് വിശ്വാസം. നമ്മൾ പുരിയിലേക്ക് പോവുകയാണ്. നമ്മൾ കൊണാർക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഭുവനേശ്വറിലേക്ക്, കത്തീഡ്രൽ സിറ്റിയായ ഭുവനേശ്വറിലേക്ക് പോകുന്നു. പുരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. രഥയാത്രയെ സംബന്ധിച്ച് ഒരു തമാശയുണ്ട്. ഒരാൾ എന്നോട് ഒരു മാനേജ്മെന്റ് ക്ലാസ്സിൽ ചോദിച്ച ഒരു കാര്യം പറയാണ്. പുരിയിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് രഥങ്ങളിൽ വലിക്കുന്നത്, പക്ഷേ അത് വളരെ പതുക്കെയാണ് പോകുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഏത് കാര്യത്തിലും ചില ആളുകൾ ആക്റ്റീവായിട്ട് മുന്നോട്ടിറങ്ങും, ചില ആളുകൾ തൂങ്ങിക്കിടക്കും, ചില ആളുകൾ പുറകോട്ട് വലിക്കും. അപ്പോൾ ഒരു രഥം വലിക്കാനാണെങ്കിൽ ചില ആളുകൾ മുന്നോട്ട് വലിക്കും,
ചില ആളുകൾ അതിൽ തൂങ്ങിക്കിടക്കും, ചില ആളുകൾ പുറകോട്ട് വലിക്കും. മുന്നോട്ട് വലിക്കുന്നവരുടെ സഹായത്തോടു കൂടിയാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങൾ വിജയിക്കുമെന്ന് പറയൂ. എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ വിജയിക്കും, എനിക്ക് കഴിവുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് പ്രകാശിക്കാൻ കഴിയും, ഈ ലോകത്തിലെ ഏറ്റവും മികച്ച താരകമായി പ്രകാശിക്കാൻ കഴിയും. അപ്പൊ ഞാൻ ഒഡീഷയിലേക്ക് പോകുന്നു, ജോലി കിട്ടി ഒഡീഷയിലേക്ക് പോവുകയാണ്. ചിൽക്ക തടാകത്തിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു. വീലർ ദ്വീപിലേക്ക് ഞാൻ പോവുകയാണ്. APJ അബ്ദുൽ കലാമിന്റെ പേരിലാണ് വീലർ ദ്വീപ് ഉള്ളത്. ഞാനവിടെ നദി കാണുന്നു, ബ്രാഹ്മണി നദി കാണുന്നു, മഹാനദി കാണുന്നു. ഞാനവിടെ പുരി ക്ഷേത്രത്തിലെ രഥയാത്രയിൽ ഞാൻ പങ്കെടുക്കുന്നു. ഞാൻ കൊണാർക്ക് എന്ന് പറയുന്ന സൂര്യക്ഷേത്രം കാണുന്നു. അവിടെ ഞാൻ ഒഡീസ നൃത്തം കാണുന്നുണ്ട്. ഞാൻ റൂർക്കല സ്റ്റീൽ പ്ലാന്റ് കാണുന്നുണ്ട്. ഞാൻ ഒറീസയിലെ ദരിദ്രമായിട്ടുള്ള ഗ്രാമങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഖണ്ഡഗിരിയും ഉദയഗിരിയും കാണുന്നുണ്ട്. അത് കേവ്സ് ആണ്. ഞാനവിടെ കലിംഗ യുദ്ധത്തിൽ തലതാഴ്ത്തിയിരുന്ന അശോകനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് ധോളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കലിംഗമെന്നും ഉത്കലമെന്നും ഓദ്രദേശം അറിയപ്പെടുന്ന സ്ഥലമാണ് ഒഡീഷ. ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ മുന്നേറി വിജയത്തിലേക്ക് എത്താം. ഇനി നമ്മൾ തിരുപ്പതിയിലേക്കാണ് പോകുന്നത്. തിരുപ്പതി ആന്ധ്രയിലുള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ TVVS എന്നുള്ള കോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും. അപ്പൊ തിരുപ്പതി ആന്ധ്രയിലാണ് അവിടെ. അതുപോലെ തെലുങ്കാണ് ആന്ധ്രയിലെ ഭാഷയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തെന്നാലി രാമൻ എന്ന് പറയുന്ന സാഹിത്യകാരനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. തെലുങ്ക് എന്ന് പറയുന്ന ഭാഷയെ കുറിച്ച് കേട്ട് കാണും. തിരുപ്പതി എന്ന് പറയുന്ന ക്ഷേത്രത്തെ കുറിച്ച് കാണും. ഇതെല്ലാം ആന്ധ്രയിലാണെന്നുള്ളത് ഓർക്കുക. വിജയവാഡ ആന്ധ്രയിലാണ്. വിശാഖപട്ടണം ആന്ധ്രയിലാണ്. ശ്രീഹരിക്കോട്ട ആന്ധ്രയിലാണ്. ശ്രീഹരിക്കോട്ട എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് APJ അബ്ദുൽ കലാമിന്റെ ഒരു കഥ വരണം. APJ അബ്ദുൽ കലാം ഒരു റോക്കറ്റ് വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാവും പകലും ജോലി ചെയ്ത് 1979 ഇതിന്റെ വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൗർഭാഗ്യവശാൽ റോക്കറ്റ് കടലിലേക്കാണ് പോയത്, സെക്കൻഡ് സ്റ്റേജിൽ. അപ്പോൾ ഒരു പത്രസമ്മേളനം വിളിക്കപ്പെട്ടു. സതീഷ് ധവാൻ എന്ന് പറയുന്ന ആളായിരുന്നു അതിന്റെ ലീഡർ. അപ്പൊ സതീഷ് ധവാൻ APJ അബ്ദുൽ കലാമിന്റെ അടുത്ത് നിന്ന് മൈക്ക് ഏറ്റെടുത്ത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യമായിരുന്നെന്നും അടുത്ത ഒരു വർഷം കൊണ്ട് ഇത് വിജയത്തിലെത്തിക്കുമെന്നും പറഞ്ഞു. അപ്പൊ APJ അബ്ദുൽ കലാം വിചാരിച്ചത് സതീഷ് ധവാൻ വഴക്ക് പറയുന്നതാണ്. പക്ഷേ വളരെ ബുദ്ധിമാനായ സതീഷ് ധവാൻ സിറ്റുവേഷൻ മാനേജ് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ ആ സിറ്റുവേഷൻസ് ഒക്കെ മാനേജ് ചെയ്യണം. അപ്പൊ ഇവിടെ സതീഷ് ധവാൻ മൈക്കെടുത്തു, പ്രതിസന്ധിയെ മാനേജ് ചെയ്തു. ഇനി അടുത്ത ഒരു വർഷത്തിന് ശേഷം വീണ്ടും റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ടു. ഇത്തവണ പക്ഷേ വിജയമായിരുന്നു. അപ്പൊ വീണ്ടും പത്രസമ്മേളനം വിളിക്കപ്പെട്ടു. അവിടെ ആളുകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരെയും അഭിനന്ദിച്ചു. അപ്പോൾ ഈ മൈക്കെടുത്ത് സതീഷ് ധവാൻ എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ അസിസ്റ്റന്റായ APJ അബ്ദുൽ കലാമിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ വിജയം മൊത്തമായി നീ അർഹിക്കുന്നു. പരാജയം ഉണ്ടായപ്പോൾ ഞാനും കൂടി ഉത്തരവാദിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൈക്കേറ്റെടുത്തത്. അപ്പൊ നമ്മളുടെ കൂടെ ഉള്ളവർക്ക് പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ തള്ളിക്കളയരുത്, അവരെ കൂടി കൈപിടിച്ച് ഉയർത്തണം, വിജയത്തിലേക്ക് ഉയർത്തണം. എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നിങ്ങൾ ഒരു മരുഭൂമിയായ രാജസ്ഥാനിൽ പെട്ടുപോയെന്ന് വിചാരിക്കുക, പൊക്രാനിൽ പെട്ടുപോയെന്ന് വിചാരിക്കുക. പൊക്രാനിലാണ് അണുസ്ഫോടനം നടന്നത്. നിങ്ങൾ ഒരു താർ മരുഭൂമിയിൽ പെട്ടുപോയെന്ന് വിചാരിക്കുക. ജീവിതത്തിൽ ചില സമയത്തൊക്കെ അങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ രാജസ്ഥാനിലെ കാര്യങ്ങളൊക്കെ ഓർക്കണ്ടേ? അപ്പൊ രാജസ്ഥാനിലെ കാര്യങ്ങൾ ഓർക്കാനുള്ള കോഡാണ് പറയുന്നത് TAJ. രാജസ്ഥാനിലെ മരുഭൂമിയിൽ ഒരു താജ് ഉണ്ടെന്ന് വിചാരിക്കുക. വെറുതെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുകയാണ്. നമ്മൾ അവിടത്തെ താജ് മഹലായി മാറുന്നു. നമ്മൾ ആ മരുഭൂമിയിലെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു താജ് മഹലായി മാറുകയാണ്. അപ്പൊ താർ മരുഭൂമിയെ ഓർക്കാം, അജ്മേർ എന്ന് പറയുന്ന നഗരത്തെ ഓർക്കാം, ജയ്പൂർ എന്ന് പറയുന്ന നഗരത്തെ ഓർക്കാം, ജയ്സാൽമേർ എന്ന് പറയുന്ന നഗരത്തെ ഓർക്കാം, ജോധ്പൂരിനെ ഓർക്കാം. നമ്മുടെ രാജസ്ഥാനിലെ മരുഭൂമിയിൽ, വെള്ളം കുറവുള്ള മരുഭൂമിയിൽ അവിടെ ഒരു താജ്മഹൽ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. മരുഭൂമിയിലെ വെള്ളം കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അവിടെ ജനങ്ങൾ, നമ്മളിവിടെ വെള്ളമൊക്കെ കണ്ടവനം കളയുമ്പോൾ ഈ ജനങ്ങൾ അവിടെ ഒരു താജ്മഹൽ കാണുകയാണെന്ന് വിചാരിക്കുക. അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. അപ്പൊ ഈ താജ്മഹലിൽ നമ്മൾ കാണുന്നത് താർ മരുഭൂമി. അതിന്റെ താർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമിൽ THAR ആണ് താർ. അടുത്തത് അജ്മേർ എന്ന് പറയുന്ന നഗരം രാജസ്ഥാനിലെ നഗരമാണ്. ജയ്പൂർ എന്ന് പറയുന്ന നഗരം, ജോധ്പൂർ എന്ന് പറയുന്ന നഗരം. ജയ്പൂർ എന്നുള്ളതാണ് തലസ്ഥാന നഗരം, പാടല നഗരം, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നു. ജയ്സാൽമേർ, മരുഭൂമിയുള്ള രാജസ്ഥാനിലെ ജയ്സാൽമേർ. അപ്പൊ രാജസ്ഥാനിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു താജ് വരട്ടെ, താർ മരുഭൂമി വരട്ടെ, അജ്മേർ വരട്ടെ, ജയ്പൂർ വരട്ടെ, ജോധ്പൂർ വരട്ടെ, ജയ്സാൽമേർ വരട്ടെ. നമുക്ക് പഠിത്തം എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല.
നമ്മുടെ പഞ്ചാബിലേക്ക് നമ്മൾ അടുത്തായിട്ട് പോവുകയാണ്. അവിടെ 5 നദികളാണ് നമ്മൾ കാണുന്നത്. സിന്ധു നദിയും വേറെ 4 പോഷക നദികളും നമ്മൾ കാണുന്നു. പഞ്ചനദികളുടെ സ്ഥലമായ അവിടെ ഒരു വെടിവയ്പ് നടന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ ചോര തിളക്കുകയാണ്. വെടിവയ്പ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വെടിവയ്പ് കാണുമ്പോൾ ജാലിയൻ വാലാബാഗ് വെടിവയ്പ് നടന്ന പഞ്ചാബിലാണ് 1919 ഏപ്രിൽ 13 ജനറൽ ഡയർ എന്ന് പറയുന്ന ആൾ നമ്മളെ വെടിവെക്കുകയാണ്, നമ്മുടെ പൂർവികരെ വെടിവെക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മളെ ചോര തിളക്കുകയാണ്. ഇപ്പൊ ജാലിയൻ വാലാബാഗിനെ നമ്മൾ കാണുന്നു. 1919 ഏപ്രിൽ 13 ആ വെടിവെപ്പ് നടന്ന സ്മാരകത്തെ നമ്മൾ കാണുന്നു. വാഗ അതിർത്തി നമ്മൾ കാണുന്നു. പാകിസ്ഥാന്റെ അതിർത്തിയാണ് വാഗ അതിർത്തി. പഞ്ചനദികളെ നമ്മൾ കാണുന്നു. പട്യാല നഗരം നമ്മൾ കാണുന്നു. നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ പേരിലുള്ള സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കാണുന്നു. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ദലൈലാമയെ കാണുന്നു. ദലൈലാമയുടെ കയ്യിൽ ഒരു സഞ്ചി ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. തുണി സഞ്ചിയിലാണെന്ന് വിചാരിക്കുക. പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത, കാർബൺ ഉപയോഗിക്കാത്ത ദലൈലാമയുള്ള ആപ്പിൾ സംസ്ഥാനമാണ് ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്ന, ഇന്ത്യയിൽ ഏറ്റവും അധികം ഫ്രൂട്ട്സ് ഉത്പാദിപ്പിക്കുന്ന, ഇന്ത്യയുടെ വടക്കേറ്റത്തുള്ള സംസ്ഥാനമായി ഇപ്പോൾ മാറിയിരിക്കുന്ന ഹിമാചൽ പ്രദേശ് എന്ന് ഓർക്കുക. മഞ്ഞാണ് ഉള്ളത്, ഹിമമാണ് ഉള്ളത്. ഹിമാചൽ പ്രദേശ് ഹിമാലയത്തിന്റെ മടിത്തട്ടിലാണ് ഉള്ളതെന്ന് ഓർക്കുക. ഹിമാലയം മഞ്ഞിന്റെ സ്ഥലം. അപ്പൊ ഹിമാലയം മഞ്ഞിന്റെ സ്ഥലം ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൽ കസ്തൂരിമാനുണ്ടെന്ന് വിചാരിക്കുക. കസ്തൂരിമാനാണ് ഹിമാചൽ പ്രദേശിന്റെ സിമ്പൽ. ദലൈലാമയാണ് സിമ്പൽ എന്ന് വിചാരിക്കുക. ആപ്പിളാണ് സിമ്പൽ എന്ന് വിചാരിക്കുക. ഏറ്റവും അധികം പഴം ഉൽപ്പാദിപ്പിക്കുന്ന, ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ പഴ സംസ്കരണ ശാലകളിൽ ഒന്നുള്ള ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഷിംലയാണ്. ഹിന്ദി സിനിമയിലേക്ക് പാട്ടുകളൊക്കെ ഷിംലയിൽ കാണും. ഓക്കെ, അപ്പൊ ജയ്ക്കർ തലയോലപ്പറമ്പ് സൈനിങ് ഓഫ്. എന്റെ ബുക്കുകളൊക്കെ ജയ്ക്കർ തലയോലപ്പറമ്പ് ബുക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി വേറൊരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്റെ പേര് JYKAR, ജയ്ക്കർ തലയോലപ്പറമ്പ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ. നിങ്ങളുടെ മനക്കട്ടി ഉണ്ടെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങൾ സണ്ണി സാറിനെ കൂട്ടുകൊടുക്കുക. അദ്ദേഹം നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഐൻസ്റ്റീൻ ആണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി.